അഭിമന്യുവിന്റെ പുത്രൻ പിറക്കുന്നു. യുധിഷ്ഠിരൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. കൃഷ്ണൻ പറഞ്ഞു, എന്റെ കടമ നിർവഹിച്ചിരിക്കൊണ്ടും എന്റെ ഉദ്ദേശം സഫലമായതുകൊണ്ടും ദ്വാരകയിലേക്ക് മടങ്ങേണ്ട കാര്യം എനിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സ്വഗൃഹം വിട്ടിട്ട് കാലമേറെയായി. സാത്വികിക്കും എനിക്കും ദ്വാരകയുടെ സ്വരൂപം തന്നെ മറന്ന മട്ടായി. കുറച്ചു കാലത്തേക്കായെങ്കിലും ഞങ്ങൾ പോയി വരട്ടെ. വൃദ്ധരായ മാതാപിതാക്കളെയും മറ്റെല്ലാവരെയും എനിക്ക് കാണണം. അഭിമന്യുപത്നിയായ ഉത്തര കൃഷ്ണന്റെ യാത്രയ്ക്കുള്ള ഒരുക്കത്തെപ്പറ്റി കേട്ട ഉടനെ ഭഗവാന്റെ സമീപത്തേക്ക് ഓടിയെത്തി. അവൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാന്റെ കാൽ പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് ഈ ജഗത്തിന്റെ നാഥനാണ്. എന്നെ സഹായിക്കാൻ അങ്ങേക്കേ കഴിയൂ. ഞാൻ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. എപ്പോഴും അഗ്നിപ്രകാരം ജ്വലിക്കുന്നതും വളരെ പ്രബലമായതുമായ ഒരു വസ്തു എന്നെ അനുഗമിക്കുന്നു. എന്റെ പ്രാണനാഥൻ യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിച്ചതു മുതൽ ജീവിതം വ്യർത്ഥമായി തോന്നുന്ന എനിക്ക് ഇനി ഒട്ടും തന്നെ ജീവിക്കണമെന്ന് തോന്നുന്നില്ല. കൃഷ്ണ, അങ്ങയുടെ ഭാഗിനേയനായ അഭിമന്യുവിന്റെ പുത്രൻ എന്റെ ഗർഭത്തിലുണ്ട്. കൗരവസിംഹാസനത്തിന് ഏക സ്വത്ത് ഈ ഗർഭസ്ഥ ശിശുവാണ്. ഈ തേജസ് ആ ശിശുവിനെ നശിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൃഷ്ണ, അതിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാലും. കൃഷ്ണൻ ചിന്തിച്ചു നോക്കിയപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രമയച്ച ആ ദിവസം ഓർമ്മ വന്നു. അസ്ത്രം വിട്ടപ്പോൾ ആ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചത് ലോകത്തിൽ പാണ്ഡവവംശം ഇല്ലാതാവട്ടെ എന്നാണ്. അസ്ത്രം പിൻവലിക്കാനാവാതെ വന്നപ്പോൾ പാണ്ഡവവംശത്തിൽ ജനിക്കാനിരിക്കുന്ന കുട്ടികളെ ഉന്നമാക്കുകയാണുണ്ടായത്. കൃഷ്ണൻ ഉത്തരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടി, കരയേണ്ട. അഭിമന്യുവിനെപ്പോലൊരു കുട്ടി നിനക്കുണ്ടാകുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. നിന്നിൽ നിന്ന് ആ കുട്ടി ജനിക്കും വരെ ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിന്നെയും നിന്റെ പുത്രനെയും ഭയപ്പെടുത്തുന്ന ആ അഗ്നിയെപ്പറ്റി നീ ഇനി വിചാരിക്കേണ്ട. ഞാൻ അതിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊള്ളാം. തൻ്റെ മായാശക്തി കൊണ്ട് കൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാനായി അശ്വത്ഥാമാവ് വിട്ട അസ്ത്രം അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ കൃഷ്ണന്റെ ദിവ്യസ്വരൂപം അവിടെ ഉണ്ടായിരുന്നു. ആ ദിവ്യസ്വരൂപം അസ്ത്രത്തോട് യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി. ആ ശിശു അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അസ്ത്രത്തിൽ നിന്നുദ്ഭൂതമായ ഒരു പ്രകാശ വസ്തു കണ്ടു. ആ സ്വരൂപം ഒരു തള്ളവിരലിനോളം വലിപ്പമുള്ളതായിരുന്നു. തലയിലൊരു പൊൻകിരീടമുണ്ട്. ദേഹം നീലവർണ്ണമായിരുന്നു. വളകളണിഞ്ഞ 4 കൈകളുണ്ട്. കാതിലെ കുണ്ടലങ്ങൾ സ്വർണാഭമായ അഗ്നിപ്രകാശം പോലെ ശോഭിച്ചിരുന്നു. കണ്ണുകൾ കോപത്താലെന്ന വണ്ണം തുടുത്തിരുന്നു. കയ്യിൽ ഒരു ഗദയുണ്ട്. അത് വീശുമ്പോൾ പന്തം കത്തും പോലെ അഗ്നിജ്വാല സ്ഫുരിച്ചിരുന്നു. ആ സ്വരൂപം ശിശുവിനു ചുറ്റും ഇടവിടാതെ നടന്ന് അസ്ത്രത്തെയും അതിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയെയും തടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സ്വരൂപം ഉത്തരയുടെ ഗർഭത്തിൽ വസിച്ച് അവസാനം ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തിയെ കീഴടക്കി. അപ്പോഴേക്കും പൂർണ്ണ വളർച്ച പ്രാപിച്ചിരുന്ന ആ ഗർഭസ്ഥ ശിശു നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ ആ സ്വരൂപം അവിടെ നിന്ന് മറയുകയും ചെയ്തു. അഭിമന്യുവിന്റെ പുത്രൻ ഭുജാതനായി. ഹസ്തിനപുരമാകെ ആഹ്ലാദത്തിൽ ആറാടി. സാക്ഷാൽ മഹാവിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനാകിയാൽ ആ കുട്ടിക്ക് വിഷ്ണുരാധൻ എന്ന് പേരിട്ടു. മഞ്ഞപ്പട്ട് ധരിച്ചും അതിസുന്ദരമായ മാലകളണിഞ്ഞും കയ്യിൽ ഗദയുമായും എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്ഭുതാകാരൻ ആരാണ്? അതാരായിരിക്കും എന്ന് അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിഷ്ണു സ്വരൂപത്തെ നോക്കി സ്വയം ചോദിച്ചു വന്നതുകൊണ്ട് കൃഷ്ണൻ ആ കുട്ടിയെ പരീക്ഷിത് എന്ന് വിളിച്ചു.